ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും. മിസ് അലീന. ഇന്ന് നമ്മൾ ഒരുപാട് സ്പെഷ്യലി ആയിട്ടുള്ള കണ്ടന്റ്സ് ഒന്നും അല്ല പറയുന്നത്. നമ്മൾ നോർമലി തന്നെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫേസ് ക്രീമിൻ്റെ തന്നെ ഒരു മീൻസ് ഒരു സംശയ നിവാരണ വീഡിയോ ആണ്. അത് ഞാൻ അങ്ങനെ പറയാൻ കാര്യം, നമുക്ക് ഇൻസ്റ്റയിൽ തന്നെയുള്ള ഒരുപാട് ഫോളോവേഴ്സ് എനിക്ക് യൂട്യൂബിലും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം അവർ എൻ്റെ ഇൻസ്റ്റയിൽ പറഞ്ഞിരുന്നു, ഞാനൊരു 5 രൂപയുടെ ഒരു 10 രൂപയുടെയും 2 ക്രീംസിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൂടെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, അതിന് ആ ഒരു റേറ്റേ ഉള്ളൂ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പിന്നെ വേറെ എന്താ ചെയ്യുക, അപ്പോൾ ഒരുപാട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തു. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം, അപ്പോൾ എല്ലാവർക്കും അതൊരു ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഈ ഒരു പ്രൊഡക്റ്റുകൾ രണ്ടും നല്ല ചെയ്യുന്ന മിക്ക പ്രൊഡക്റ്റും, അതായത് പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ ഞാൻ അതിൽ മെൻഷൻ ചെയ്യും. അല്ലാത്തേക്ക് പ്രൊമോഷൻ അല്ല, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്ത് തരുന്നത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അല്ല നിങ്ങളെ കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് കമന്റ്സ്, അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അത് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ പറയാം. ബാഡ് കമന്റ്സിന്റെ കാര്യം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ കാര്യം, ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ ബോറാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ബാഡ് കമന്റ്സ് ഇടുന്നവർ ഇട്ടോട്ടെ, നോ പ്രോബ്ലം. ഒരു സോഷ്യൽ മീഡിയ, പബ്ലിക് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോൾ അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും, കമന്റ്സ് ആയിട്ടൊക്കെ വരും. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ പറയുന്ന നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകൾ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷേ ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്ക് സാമാന്യം മീൻസ് ഒരു നോർമലി ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അവർ കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം ഞാനത് പറയാൻ കാര്യം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇടുന്ന വീഡിയോസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാഡ് കമന്റ്സോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കമന്റ്സ് ആണ് നമ്മൾ ഒരു നോർമലി ഒരാൾ ഇടാൻ ശ്രമിക്കുക. പക്ഷേ ഇത് ഇടുന്ന ആൾക്കാർ ആ ഒരു വീഡിയോയുടെ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള കമന്റ്സ് ആണ് ഇടല്. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ കൊണ്ടുവന്നിരുന്ന കമന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വീഡിയോസ് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഫിൽറ്റർ, ഞാൻ ഒരു വീഡിയോസിലും പറഞ്ഞിട്ടില്ല ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്യാതാണ് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഐസാണ് ഇത്. എല്ലാവർക്കും പ്രശ്നം എന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഐസാണോ എന്നാണ്. എന്റെ ഒറിജിനൽ ഐസ് ഇതല്ല, ഇത് ഫിൽറ്റർ മീൻസ് ആ ഒരു എഫക്റ്റിന്റെ ഇത് വെച്ചിട്ട് ഉള്ള ഐസാണ്. ഞാൻ എന്റെ ഒറിജിനൽ കണ്ണ് നോർമലി പറയാൻ കാര്യം, കുറെ പേര് പറഞ്ഞിരുന്നു കണ്ണ് ഫിൽറ്റർ ആണ്. അതേ, കണ്ണ് ഫിൽറ്റർ ആണ്. ഇത് പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്, സഹോദര അല്ലെങ്കിൽ സഹോദരി, ഈ ഒരു ഫിൽറ്റർ മീൻസ് ഇൻസ്റ്റയിലാണെങ്കിലും അല്ലാതെ എക്സ്ട്രാ ആപ്സ് ആണെങ്കിലും ഈ ഫിൽറ്റർ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യാനുള്ളതാണ്. ഒരു 90% അല്ലെങ്കിൽ 95% ആൾക്കാർ ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഫിൽറ്റർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാനാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഫിൽറ്ററിന്റെ പിന്നെ കമ്പനിക്കാർക്ക് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യണം, ഫിൽറ്റർ നിരോധിക്കാൻ പറയണം. അങ്ങനെയെങ്കിലും എല്ലാവരും റെഡിയാവും. മുമ്പത്തെ കാലത്തൊന്നും വീഡിയോസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്നതിനോ ഒന്നും ആരും ഫിൽറ്റർ യൂസ് ചെയ്യുന്നില്ല. നോർമലി ഒരു ഫോണിന്റെ ഒരു ക്ലാരിറ്റി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുക, അത് എനിക്ക് പറയാനുള്ളൂ. ഫിൽറ്റർ എന്നുള്ള സാധനം യൂസ് ചെയ്യാനുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ക്രീം കാണിച്ചിട്ട് ഇത് വെളുത്തിട്ട് പാറും അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ആകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ സ്കിൻ എപ്പോഴും ക്ലിയർ ആണ് അല്ലെങ്കിൽ ഹെൽത്തി ആണെങ്കിൽ അത് മതി എന്നാണ് ഞാൻ ഓരോ വീഡിയോസിലും പറയാറുള്ളത്. അല്ലാതെ വെളുത്തിട്ട് പാറും എന്ന് ഞാൻ പറയില്ല. നമ്മുടെ സ്കിൻ ക്ലിയർ ആവുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു എന്താ പറയുക, ഒരു പെർമനന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ നമുക്ക് ഉണ്ടാവും. ആ ഒരു റീസൺസ്, ആ ഒരു കാരണം മാത്രമേ ഞാൻ എല്ലാ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലും ആഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഫിൽറ്ററിന്റെ കാര്യം പറയുന്ന സഹോദരി, ഇനി ഫിൽറ്ററിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുക, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എല്ലാവരുടെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ കാണിച്ചിരുന്ന നേച്ചേഴ്സിന്റെ ഈ ഒരു ക്രീമും പിന്നെ പോൺസിന്റെ കോൾഡ് ക്രീമും, ഈ 2 ക്രീമുകളുടെയും റേറ്റ് 10ഉം 5ഉം ആണോ എന്നതാണ്. നമുക്ക് ആ ഒരു ഡൗട്ട് അങ്ങ് തീർത്ത് കളയാം. ഞാൻ ലൈവായിട്ട് തന്നെ ഇതിന്റെ MRP റേറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ നേച്ചേഴ്സിന്റെ ഒരു ക്രീം. ഈ ക്രീമിന്റെ റേറ്റ് 10 ആണെന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കിക്കോളൂ, കണ്ടല്ലോ റേറ്റ്, ഓൾ ഓഫ് ടാക്സ് ഉൾപ്പെടെ 10 രൂപ. ഓക്കെ, ഇനി പോൺസിൻ്റെത് 5 എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ 5 വെണ്ടക്ക അക്ഷരത്തിൽ കിടപ്പുണ്ട്. MRP റേറ്റ് 5. വേണമെങ്കിൽ ഇതിന്റെ ബാക്ക് പിക്ചറോടെ ഞാൻ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ചോദിച്ച സുഹൃത്തുക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു നെഗറ്റീവ് വീഡിയോ ആയിട്ട് ആ ഒരു കമന്റ് ചെയ്തവർ മീൻസ് അവർ മെസ്സേജ് ചെയ്തവർ കരുതരുത്. കാരണം അത് നിങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാൾ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എൻ്റെ ഒരു ഫോൾട്ടാണ്. ഞാനത് റേറ്റ്, അതായത് ലൈവ് റേറ്റ് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മീൻസ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളൊരു ബാഡ് കമന്റ്സ് മീൻസ് നിങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.